എന്റെ പൊന്നച്ചോ സ്പ്രൈറ്റ് കുടിച്ച് നീ കാലിക്കുപ്പി എന്താ പിന്നെ ചെയ്യണ്ടേ? നിനക്കത് വീട്ടിൽ കൊണ്ടുപോയിക്കൂടെ? ആക്രിക്കാരമ്മ കൊടുത്തൂടെ? അച്ഛൻ അങ്ങനെയൊക്കെ പറയാ, എനിക്കിത് വീട് വരെ കൊണ്ട് നടക്കാൻ വയ്യ. നീ ഇങ്ങോട്ട് വന്നേ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നിനക്കറിയോ? ഇന്ന് ലോക പരിസ്ഥിതി ദിനല്ലേ? അപ്പൊ എന്തിനാ എല്ലാ വർഷവും നമ്മ ഈ ദിവസം ആചരിക്കാന്നറിയോ? സ്കൂളിൽ കിട്ടണ വൃക്ഷത്തൈ നടാനല്ലേ? അപ്പൊ നമുക്ക് പരിസ്ഥിതി ദിനത്തിന് സംരക്ഷിക്കാലോ. ഒരു മരം നട്ടതുകൊണ്ട് മാത്രം നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. നീ നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച പ്രാഞ്ചിയേറ്റ് ആൻഡ് ദ സയൻസ് എന്ന ഫിലിം കണ്ടിട്ടുണ്ടോ? എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. അതിലൊരു പുണ്യാളനുണ്ട്, ഫ്രാൻസിസ് പുണ്യാളൻ. ഈ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാവരെയും സ്നേഹിച്ചൊരു പുണ്യാളൻ. ആ പുണ്യാളനെ പോലെ നമ്മളും ഈ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലൊന്നും വഴിയരികിൽ വലിച്ചെറിയാൻ പാടില്ല. അച്ഛാ, ഞാൻ ചെയ്തത് തെറ്റാ. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ക്ലാസ്സിൽ ടീച്ചർ മണ്ണിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇനി ഞാൻ ചെറിയൊരു മിഠായി കടലാസ് കിട്ടിയാൽ പോലും എൻ്റെ ബാഗിൽ സൂക്ഷിച്ചു വെച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറയും. ഈ ഒരു മനോഭാവമാണ് നമ്മളും വളർത്തിയെടുക്കേണ്ടത്. ഈ വർഷം മുന്നോട്ട് വയ്ക്കുന്ന ചിന്തയും ഇത് തന്നെയാണ്, ബീറ്റ് ദ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്ലാസ്റ്റിക് നിരോധിക്കാം, നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം. ലെറ്റ്സ് ബിഗിൻ ദ ഹാബിറ്റ് ഓഫ് റെഡ്യൂസ്, റീയൂസ്, recycle and rethink plastic use.